പുതുവത്സര ദിനത്തിൽ നോവായി 5ാം ക്ലാസ്സുകാരി നേദിയ. കുറുമാത്തൂർ ചിനമിയ വിദ്യാലയത്തിലെ സ്കൂൾ ബസ് മറിഞ്ഞാണ് അപകടം. നിയന്ത്രണം വിട്ട ബസ് സംസ്ഥാന പാതയിലേക്ക് മറിയുകയായിരുന്നു. തലകീഴായി മറിഞ്ഞ ബസ്സിനടിയിൽപ്പെട്ടാണ് നേദിയുടെ മരണം. ബാക്കിലെ ഡോർ തുറന്നിട്ട് എമർജൻസി വാതിൽ തുറന്നിട്ട് നമ്മൾ മറ്റുള്ള കുട്ടികളൊക്കെ വെച്ച് കിട്ടിയ വണ്ടിയിലൊക്കെ കയറ്റി വിട്ടു. പിന്നീടാണ് കാണുന്നത് ഈ കുട്ടി അടിയിൽ കിടക്കുന്നത്, വണ്ടീൻ്റെ അടിയിലേക്ക് കുട്ടിയുള്ളത് കാണുന്നത്. പിന്നെ ഞങ്ങൾ നാട്ടുകാരും എല്ലാവരും വഴി പോകുന്ന യാത്രക്കാരെല്ലാവരും കൂടി വണ്ടി മറിച്ചിട്ടതിന് ശേഷമാണ് ആ കുട്ടീനെ വലിച്ചെടുക്കുന്നത്. ഞാനാ വലിച്ചെടുത്തത്. കുട്ടി അന്നേരം തന്നെ പോയ പോലെ ആയിരുന്നു. പെട്ടെന്ന് ഞാൻ എൻ്റെ മോനെയും നമ്മൾ അയൽവാസിയിലെ മൈദീനെയും കൂടെ കയറ്റിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വിട്ടു. പരിക്കേറ്റ കുട്ടികളെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. നോക്കാനുള്ള ഇതില്ല, ഞങ്ങൾക്ക് ആവുന്നില്ല. കുറേ കുട്ടികളെ കടയിൽ കൊണ്ടുവന്നിട്ട് വെള്ളം കൊടുത്തു, മുഖെല്ലാം കഴിച്ചു കൊടുത്തു, എന്നാലൊന്നും ബ്ലഡ് നിൽക്കുന്നില്ല. അത് എന്നാ പറയേണ്ടത് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളവസ്ഥ അങ്ങനത്തെ ഒന്നും പറയാൻ പറ്റൂല. അത് മൂക്കുന്നെല്ലാം ചോര ഇങ്ങനെ പൊടിഞ്ഞു വരും, നല്ലോണം മുടി തലയൊന്നും മുഖമൊന്നും കഴുകിച്ചിട്ടൊന്നും കുട്ടികൾക്ക് നിൽക്കുന്നില്ല. ചോരേരെ കളിയാണ് മൊത്തം. ഇവരെല്ലാം എടുത്തോണ്ട് പോയി ഇവരെ എടുത്തോണ്ടെന്ന് ആദ്യം കുട്ടികളെ എടുത്തോണ്ട് ഇവരെ മുഖെല്ലാം കഴുകിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നിൽക്കുന്നേയില്ല. ഒറ്റപ്പടി ബ്ലഡ് നിൽക്കുന്ന കുട്ടിക്ക് ക്ഷീണായ പോലെ ആയിപ്പോയി. എന്നപാട് തന്നെ വണ്ടി ആക്കിയിട്ട് അപ്പാട് കൊണ്ടുപോയി. ജനപ്രതിനിധികളും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. നേദിയുടെ സംസ്കാരം നാളെ നടക്കും. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.